ഹായ് ഡിയർ ഫ്രണ്ട്സ്, സേ ഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിപ്പത്തലാണ്. ഇനി കക്കറോട്ടി എന്നും ആണപ്പത്തൽ എന്നൊക്കെ പറയും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊരിപ്പോൾ ഒരു 1/2 കിലോ ബീഫുണ്ട്. നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കറിയാക്കി എടുത്തിട്ട് വരാം. അതിനുവേണ്ടി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിനെ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വലിയ സവാളയും പിന്നെ ഒരു സവാളിൻ്റെ പകുതി 1.5 സവാള മാത്രമേ ഉള്ളൂ. അത്ര തന്നെ മതിയാവും. 1/2 കിലോ ഉള്ളൂ. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിനൊക്കെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3 പച്ചമുളക് ഞാൻ നെടുകെ കീറിയതാണ്. ആ പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഉപ്പ് നമുക്ക് നോക്കിയിട്ടിട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബീഫിന് ആവശ്യമായ ഉപ്പ് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ആയാലും മതി. ഇപ്പോൾ എന്നോട് ഞാൻ കുറച്ച് ചതച്ചതുണ്ട്, അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കതിനകത്തേക്ക് ഒരു വലിയ തക്കാളി, അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണം ബീഫ് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ മസാലകൾ ആദ്യം ഇടണമെന്നെങ്കിൽ ഇടാം. പക്ഷേ നമുക്ക് ബീഫ് ഇട്ട് കൊടുത്ത് ബീഫും കൂടി നന്നായിട്ട് ഈ ഉള്ളിയായിട്ടൊക്കെ ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്കതിന് വേണ്ട മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ആ ബീഫും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇത്രയും ദിവസം സ്നാക്സൊക്കെ അല്ലേ ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു മെയിൻ ഡിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിന് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിപ്പം മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ നിങ്ങൾ തീ കുറച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകണ്ട. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഒരു കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നിങ്ങളുടെ വിസിലിനനുസരിച്ചിട്ട് നിങ്ങളത് വേവിച്ചെടുക്കുക. ആ വേവിച്ചതൊട്ട് മാറ്റി വെക്കുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടൊരു പത്തൽ തയ്യാറാക്കാം. ഈ പത്തലിൻ്റെ മാവ് എന്താ ഞാൻ കാണിക്കാൻ വെച്ചാൽ ഞാൻ കുറേ വീഡിയോസിൽ അത് കാണിച്ചിട്ടുണ്ട്. നെയ്പ്പത്തൽ ഉണ്ടാക്കുന്ന പോലെ അത് അരച്ചെടുത്തിട്ടില്ലേ, സെയിം തന്നെയാണ്. അത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയാക്കിയിട്ട് ഈ ഒരു രീതിക്ക് ചെറിയ ചെറിയ ഉരുട്ടിയാക്കിയിട്ട് നടുക്കൊരു കുഴി അങ്ങനെ എല്ലാം ഉരുട്ടി വെച്ചിട്ട് ഞാനൊരു അപ്പച്ചമ്പൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ട് വരാം. നന്നായിട്ട് വേണം. ഇതൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് തണുത്തതിന് ശേഷമാണ് ഞാനിതിപ്പം തുറന്ന് നോക്കിയത്. വേണ്ട ഇതുപോലെ നമുക്കിതെല്ലാം ഇങ്ങനെ ഇത് ഉരുട്ടാൻ വേണ്ടി മാത്രമാണ് നമുക്കൊരു കുറച്ച് സമയം പിടിക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറിയൊരു മസാല വേണം. അതിനകത്തേക്ക് ഞാനൊരു 3-4 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ സവാളൻ്റെ കഷ്ണം ഇട്ടാലും മതിയാവും. ഇതിലേക്ക് ഒരു പിടി തേങ്ങ, ഒരു 4 കൂറി തേങ്ങയുള്ളൂ. അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒരു നുള്ളു, അധികം വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്നൊരു പേസ്റ്റ് ഇട്ട് വരാം. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഞാനൊരു പാത്രമൊക്കെ കുറച്ച് ഒരു ചെറിയ ഉള്ളി ഞാൻ അതിനകത്ത് സൈസിൻ്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആ കറിയും എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്നും ബാക്കി വെക്കണ്ട, അതെല്ലാം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്താ വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ബീഫിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ബീഫ് നിറഞ്ഞ വെള്ളം കൂടിയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. ആ തേങ്ങ പിന്നെ മിക്സിയിൽ കുറച്ച് തേങ്ങയൊക്കെ പറ്റി പിടിക്കും. അതെല്ലാം കൂട്ടിയിട്ട് നിങ്ങളൊന്ന് ഇട്ട് കൊടുത്തേക്കുക. ഒന്ന് തുടച്ചിട്ട് ഇട്ട് കൊടുത്തേക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു തിള വരുന്നത് വരെ ചെറിയൊരു തിള വന്നു തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ഉപ്പ് വേണ്ടി വരും. കാരണം നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും
ഉപ്പ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ നമ്മൾ നോക്കിയിട്ടൊന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തേക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന ആ ചെറിയ പത്തലല്ലേ അതും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം അതിനകത്തേക്ക് നമുക്ക് നല്ല ഇട്ട് കൊടുത്തേക്കാം. പുഴുങ്ങുന്ന സമയത്ത് ഇതൊന്ന് ജോയിൻ്റ് ആയിട്ട് ഇരിക്കാൻ ഇങ്ങനെ ഇളക്കിയാൽ മതി. എല്ലാം കൂടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടിയിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തേക്കാം. ആ മസാലയും റോട്ടിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആയിട്ട് വരണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഇളക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ രീതിയിൽ വെച്ചിട്ട് കുറച്ച് നേരം മൂടി വെക്കാം. അതായത് ഇതെല്ലാം ഒന്ന് സെറ്റ് ആവേണ്ടതാ. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് സെറ്റായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുണ്ടോ ആ വെള്ളമൊക്കെ ഇതുമായിട്ട് നന്നായിട്ട് സെറ്റായി യോജിച്ചു. ഇത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. അധികം ഒരു ലൂസൊന്നുമല്ല, കുഴഞ്ഞിട്ടൊന്നുമല്ല. കുറച്ച് തണുക്കുമ്പോൾ ഇത് പിന്നെയും കുറച്ചും കൂടി സെറ്റാവും. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ നല്ല ചൂടിലല്ലേ ഉള്ളത്. ഇത് തണുക്കുന്ന സമയത്ത് ഒന്നും കൂടി സെറ്റായിട്ടിരിക്കും. അപ്പോൾ നല്ലാണ്ട് ഡ്രൈ ആയിരിക്കും. ഇപ്പോൾ ഇത് കുഴഞ്ഞ പോലെയുള്ളത് അതങ്ങ് മാറും. അപ്പോൾ നമുക്ക് നോക്കിയാൽ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു ഫ്രൈ നല്ല ടേസ്റ്റാണ്. നേരത്തെ പറഞ്ഞില്ല ഇത് സെറ്റായിരിക്കും റെഡി ആയിട്ട് വന്നിട്ട് നമുക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.